എല്ലാവരും ആനയുണ്ടെന്നൊക്കെ പറയുമ്പോഴൊരു പേടിയുണ്ട്. ഇത് മറവിലെവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. എല്ലാം മഞ്ഞ. പോയി നോക്കട്ടെ. വയനാട് ജില്ലയിലെ തിരുനെല്ലിയുള്ള ശ്രീ കാളീശ്വരി ക്ഷേത്രത്തിലേക്കാണ്. ഈ മഞ്ഞുമൂടിയ വൈബിൽ, തണുപ്പിൽ ഈ അമ്പലം കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. വായു. ശ്രീ കാളീശ്വരി ക്ഷേത്രം. ആനയുണ്ടോയെന്ന് നോക്കണമെന്നാണ് എല്ലാവരും പറഞ്ഞത്. രാവിലെ ആയതുകൊണ്ടേ ചുറ്റോട് ചുറ്റും കാടായതുകൊണ്ട് ആനയുണ്ടെങ്കിൽ കാണില്ല. വായ തുറന്ന ചൂട് കാറ്റാ വരുന്നത്. നടക്ക്. സോറി. അതാണ് നല്ല തണുപ്പാണ്. കാട്ടിന് നടുക്കായതുകൊണ്ട് ആനയുണ്ടോ മൃഗങ്ങളുണ്ടോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. എന്നാലും ഈ കല്ലമ്പലത്തിലേക്ക് പോവുകയാണ്. വായു. ആനയുണ്ടാവുന്ന ഇവിടുത്തുകാരൊക്കെ പറയുന്നത്. ബൂസേ, ഇതിലൊരു നടവഴിയുണ്ട്, ഇതുണ്ട്. ഇതിൽ പോയി നോക്കാം. എല്ലാവരും ആനയുണ്ടെന്നൊക്കെ പറയുമ്പോഴൊരു പേടിയുണ്ട്. ഇത് മറവിലെവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. എല്ലാം മഞ്ഞ. പോയി നോക്കട്ടെ. അമ്പലത്തിൻ്റെ ഐതിഹ്യങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ നല്ല മഞ്ഞുവെള്ളമാണ്, പുല്ലാണ് മൊത്തം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇവിടെ നാളികേരം ഉടയ്ക്കുന്ന തറ കാണുന്നുണ്ട്. ഇവിടെ നിലവിളക്കുണ്ട്. അതിൻ്റെ ഉള്ളിൽ രൂപങ്ങളൊക്കെ ഉണ്ട്. ഒന്നൊന്ന് എടുത്തോ പൂസ്. അതിൻ്റെ ഉള്ളിൽ ഉള്ളിലേക്ക് എടുത്തോ. അപ്പൂസേ, അതുപോലെ ഇതാ ഇവിടെ മറ്റൊരു അമ്പലമുണ്ട്. ദേവിയുടെ രൂപമാണ്. ഒന്ന് ഉള്ളിലേക്ക് കയറട്ടെ. അവിടെ പൈസയൊക്കെ വെച്ചിട്ടുണ്ട് ആൾക്കാർ. നിലവിളക്കും ശൂലും ഒക്കെ ഉണ്ട്. ചില വിഗ്രഹത്തിൻ്റെ ഒക്കെ തല പൊട്ടിപ്പോയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ആക്രമണത്തിൽ സംഭവിച്ചതായിരിക്കാം. എന്തായാലും പണ്ടുള്ളവർ പ്രകൃതിയെ നോവിക്കാതെ ഇവിടുത്തെ കല്ലും കട്ടയും മണ്ണും ഒക്കെ ഉപയോഗിച്ച് വെച്ച അമ്പലം ആണ്. തുളസിത്തറയൊക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും ആചാരങ്ങളും ആഘോഷങ്ങളൊക്കെ മനുഷ്യൻ്റെ മനസ്സ് നിറയ്ക്കുന്നതാണ്. ഇവിടെ ഒരു മരമുണ്ട്. അപ്പോസ് കാണിച്ചു തരാൻ വായോ. അതിൻ്റെ അടിഭാഗം മുഴുവൻ പോയിരിക്കുകയാണ്. വായോ. അപ്പോൾ ചുറ്റും നോക്കണം കേട്ടോ, ആന വല്ലതും വരുന്നുണ്ടോയെന്ന്.
നോക്കപ്പോ ഇങ്ങോട്ട് പോവാ. നോക്കണേ ചുറ്റും ആക്രമിക്കാം ആന എപ്പോ വേണേലും. കണ്ടോ, ഇതിന്റെ പുറന്തോട് മാത്രമേ ഉള്ളൂ. വലിയ ഈ മരമാണ്, ഉള്ളു മുഴുവൻ പോയിട്ടുണ്ട്. നല്ലത് പിടിച്ച് നിൽക്കുകയാണ്. ദ്വാരപാലകര്, കാടാണ് ചുറ്റോട് ചുറ്റും. ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയ ആചാരങ്ങളല്ലടാ. ഈ രണ്ട് അമ്പലത്തിന്റെയും മുകളിൽ മറ്റൊരു അമ്പലമുണ്ട്. പക്ഷെ ഇവിടെ ആനയുടെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അങ്ങോട്ട് പോകാൻ പേടി. എന്നാലും ഒന്ന് പോയി നോക്കാം. എങ്ങാനും ആന ഓടിക്കുകയാണെങ്കിൽ ഓടി വന്നിട്ട് അമ്പലത്തിന്റെ ഉള്ളിൽ കയറണം കേട്ടോ. അയ്യോ, പൂസേ വായോ, ഇവിടെ ഒരു അമ്പലം ഉണ്ട്, വാ. ഓരോ അനക്കങ്ങൾ കേൾക്കുമ്പോൾ പേടിയാട്ടോ, കാടായതുകൊണ്ടേ. എപ്പോഴാ മൃഗങ്ങൾ ചാടി വീഴാന്ന് അറിയില്ല. ഇങ്ങോട്ട് വായോ. അപ്പോ കല്യാണം നടക്കാനോ എന്തിനാണെന്ന് അറിയില്ല. കുപ്പിവളകളൊക്കെ കണ്ടില്ലേ, ഇഷ്ടം പോലെ സമർപ്പിച്ചിട്ടുണ്ട് ഓരോരുത്തര് ഓരോ ശൂലത്തിലും. വിശ്വാസങ്ങളും ആചാരങ്ങളും മുറുകെ പിടിക്കുക. നമുക്കിനി അപ്പൂസിന്റെ കല്യാണം കഴിയുമ്പോൾ ഇവിടെ വരാം അല്ലേ, കുപ്പിവളകളൊക്കെ ആയിട്ട്. വായോ. അറിയില്ലടാ, കാട്ടുകായകൾ എന്തെങ്കിലും ആയിരിക്കും, എൻ്റെ പേരറിയില്ല. പ്രകൃതിയാലുള്ള
ഒരു കുഴിയിലാണോ അമ്പലം എന്നറിയില്ല, അല്ലെങ്കിൽ അമ്പലത്തിന് വേണ്ടിയിട്ട് കുഴിച്ചതാണോ എന്നും അറിയില്ല. ഏതായാലും നടപ്പുരയും പടിപ്പുരയും ഒക്കെ ഉണ്ട്. പക്ഷികളുടെ കളകളാരവങ്ങൾ. ഒരു കാട്ടുപഴം കണ്ടതാണ്. എൻ്റെ പേരെന്താണെന്നറിയില്ല. നോക്കടാ, റെഡ് കളറിൽ നല്ല ഭംഗിയുണ്ടല്ലേ. അറിയില്ല. മുകളിലേക്ക് ഇതാ കുറച്ച് കായകൾ കുറവുള്ള, ഇത് നല്ല വലിപ്പമുണ്ട് കേട്ടോ. എഡിബിൾ ആണോന്ന് അറിയില്ല. ഈ റെയറിങ് പ്ലാന്റ്സ് ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അത് വാങ്ങിക്കണം. അതിലാണെങ്കിൽ ഈ ഇലകൾ വെച്ച് നോക്കിയിട്ട് പേര് കണ്ടുപിടിക്കാം. പണ്ട് കാലത്തെ അണുവിട തെറ്റാത്ത കണക്കിൽ താങ്ങി നിൽക്കുന്ന മേൽക്കൂരയും പടിപ്പുരയൊക്കെ ഇത്ര കാലം കഴിഞ്ഞിട്ട് നിലനിൽക്കുന്നുണ്ടല്ലോ. കണക്ക് വേണ്ടവൻ കണക്ക് പഠിക്കട്ടെ, ഇംഗ്ലീഷ് വേണ്ടവൻ ഇംഗ്ലീഷ് പഠിക്കട്ടെ, ഹിന്ദിയും മലയാളവും ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും വേണ്ടവർ തിരഞ്ഞ് അതൊക്കെ പഠിക്കട്ടെ. വേണ്ടെന്ന് തോന്നുന്ന വിഷയം പഠിക്കാതിരിക്കാനും വേണമെന്ന് തോന്നുന്ന വിഷയം പഠിക്കാനുമുള്ള അവസരങ്ങൾ ഈ തലമുറയ്ക്കുണ്ടാവട്ടെ. ബി ഹാപ്പി.